എല്ലാവർക്കും നമസ്കാരം. അസ്ട്രോളജി വീഡിയോ ട്യൂട്ടോറിയലിന്റെ 75ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ശരകാരകന്മാർ എന്നുള്ള ഒരു കൺസെപ്റ്റ് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാകും. കാരകൻ എന്താണ് എന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാം. ഒരു പ്രത്യേക വിഷയത്തെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹത്തെയാണ് നമ്മൾ കാരകൻ എന്ന് പറയുക. പിതാവിനെ സൂചിപ്പിക്കുന്നത് പിതൃകാരകൻ, മാതാവിനെ സൂചിപ്പിക്കുന്നത് മാതൃകാരകൻ, സഹോദരനെ സൂചിപ്പിക്കുന്നത് ഭ്രാതൃകാരകൻ, പുത്രനെ സൂചിപ്പിക്കുന്നത് പുത്രകാരകൻ. ഇതിൽ രണ്ട് രീതിയിൽ കാരകത്വം നിർണയിക്കാറുണ്ട്. സാധാരണ സമ്പ്രദായ പ്രകാരം സ്ഥിരകാരകത്വം എന്താണെന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാം. സൂര്യൻ പിതൃകാരകനാണ്, ചന്ദ്രൻ മാതൃകാരകനാണ്, വ്യാഴം പുത്രകാരകനാണ്. ഈ രീതിയിൽ സ്ഥിരകാരകത്വം എല്ലാ ഗ്രഹനിലയിലും എല്ലാ ജാതകത്തിലും ഒരുപോലെയായിരിക്കും. ശുക്രൻ ധാരകാരകനും ആണ് സ്ഥിരകാരകത്വത്തിൽ. ഇവിടെ ഏതൊരു വ്യക്തിയുടെ ജാതകം എടുത്താലും എല്ലായ്പ്പോഴും പിതൃകാരകൻ ഒരേ ഗ്രഹം തന്നെയാണ് എന്നുള്ളതാണ് കാണാൻ സാധിക്കുക. എന്നാൽ ശരകാരക സിസ്റ്റത്തിൽ അങ്ങനെയല്ല. ഒരാളുടെ പിതൃകാരകൻ ആയിരിക്കില്ല ഒരാളുടെ ജാതകത്തിൽ പിതൃകാരകനായിട്ട് വരുന്നത്. ഒരു ജാതകത്തിലെ ഗ്രഹങ്ങളുടെ രാശിയിൽ കഴിഞ്ഞ ഡിഗ്രിയുടെ അടിസ്ഥാനത്തിലാണ് ഇത് നിർണയിക്കുന്നത്. പ്രധാനമായും 7 കാരകന്മാരാണ് നിലവിലുള്ളത്. ഇതിൽ രാഹു കേതുക്കളെ എടുത്തിട്ടില്ല. എന്നാൽ രാഹു കേതുക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സിസ്റ്റം വേറെയുമുണ്ട്. അത് ഇതിന്റെ വഴിയെ പറയാം. ആദ്യമായിട്ട് നമ്മൾ 7 ഗ്രഹങ്ങളെ പരിഗണിച്ചുകൊണ്ട്, രാഹുകേതുക്കളെ ഒഴിവാക്കി 7 ഗ്രഹങ്ങളെ പരിഗണിച്ചുകൊണ്ടുള്ള സിസ്റ്റത്തെ കുറിച്ച് പറയാം. ഇതിൽ പ്രധാനമായും 7 കാരകന്മാരെ ഗ്രഹത്തിന്റെ ഡിഗ്രിയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടിയ ഡിഗ്രി തൊട്ട് കുറഞ്ഞ ഡിഗ്രി വരെയുള്ള ആളുകളെ ക്രമമായി ഓരോ കാരകത്വങ്ങൾ കൊടുക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ ഡിഗ്രി സഞ്ചരിച്ച, അതായത് ഒരു രാശിയിൽ 12 രാശികൾ ഉണ്ടാവും. ഈ 12 രാശികളിൽ പല രാശികളിലായിട്ടായിരിക്കും ഗ്രഹങ്ങൾ ഉണ്ടാകുക. ഈ 12 രാശികളിലും പല സ്ഫുടങ്ങളിലുള്ള ഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്ഫുടം ആരാണോ കഴിഞ്ഞത് ആ ഗ്രഹത്തെ നമ്മൾ ആത്മകാരകൻ എന്ന് പറയും. 20 മുകളിലൊക്കെ ഡിഗ്രി പോയിട്ടുള്ള ഗ്രഹങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ 3-4 ഗ്രഹങ്ങൾ ഉണ്ടാവും. ഏറ്റവും കൂടുതൽ ഡിഗ്രി കവർ ചെയ്ത ഗ്രഹത്തെയാണ് നമ്മൾ ആത്മകാരകൻ എന്ന് പറയുന്നത്. സോൾ, ആത്മാവ്. രണ്ടാം സ്ഥാനം, അതായത് ഏറ്റവും കൂടുതൽ ഡിഗ്രി കഴിഞ്ഞതിൽ രണ്ടാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന ആളെ നമ്മൾ അമാത്യകാരകൻ എന്ന് പറയും. അമാത്യൻ എന്ന് പറയുന്നത് മന്ത്രിയാണ്. നമ്മൾ പ്രൊഫഷൻ അല്ലെങ്കിൽ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർണ്ണയിക്കുവാൻ വേണ്ടിയാണ് അമാത്യകാരകനെ ഉപയോഗപ്പെടുത്തുന്നത്. ആത്മകാരകനെ നമ്മളെ ആത്മാവിന്റെ പർപ്പസ് അല്ലെങ്കിൽ ജന്മത്തിന്റെ ഉദ്ദേശങ്ങളെ കണക്കാക്കാനും അറിയുവാനും വേണ്ടി ഉപയോഗിക്കുന്നു. 3-ാം സ്ഥാനം ഭ്രാതൃകാരകനാണ്. അതായത് ഏറ്റവും കൂടുതൽ ഡിഗ്രി കവർ ചെയ്ത 3-ാമത്തെ ഗ്രഹം ആരാണ് എന്ന് നോക്കി അയാൾക്ക് ഭ്രാതൃകാരകൻ ആയി നിർണയിക്കും. 4-ാം സ്ഥാനത്ത് മാതൃകാരകൻ, 5-ാം സ്ഥാനത്ത് പുത്രകാരകൻ, 6-ാം സ്ഥാനത്തുള്ള ഗ്രഹത്തെ നാദികാരകൻ, 7-ാം സ്ഥാനത്തുള്ള ഗ്രഹത്തെ ധാരകാരകൻ എന്ന് പറയും. ഇങ്ങനെ 7 കാരകന്മാരെ അവരുടെ ഡിഗ്രി അനുസരിച്ച് നിർണയിക്കുന്ന രീതിയാണ് ശരകാരകൻ സിസ്റ്റത്തിൽ ഉള്ളത്. ഇതിൽ എല്ലാവരുടെയും ആത്മകാരകൻ ഒരു ഗ്രഹം തന്നെ ആയിരിക്കില്ല. ഒരാളുടെ ജാതകത്തിൽ സൂര്യനായിരിക്കും ഏറ്റവും കൂടുതൽ ഡിഗ്രി കവർ ചെയ്തതെങ്കിൽ സൂര്യനാണ് ആത്മകാരകനായിട്ട് വരിക. എന്നാൽ മറ്റൊരാളുടെ ജാതകത്തിൽ ചൊവ്വയാണ് ഡിഗ്രി ഏറ്റവും കൂടുതൽ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ചൊവ്വയാണ് ആത്മകാരകനായിട്ട് വരിക. നാച്ചുറലായിട്ട് സ്ഥിരകാരക സിസ്റ്റത്തിൽ സൂര്യനാണ് ആത്മകാരകൻ എന്ന് നമ്മൾക്കറിയാം. പക്ഷേ ചരകാരക സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ ഡിഗ്രി കവർ ചെയ്ത ഗ്രഹമാണ് ആത്മകാരകനായിട്ട് വരിക. ഇത് വളരെ രസമുള്ള, പഠിക്കാൻ ഒരുപാട് ഉള്ള ഒരു സിസ്റ്റമാണ്. ആത്മകാരകനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനുണ്ട്. നമ്മൾ ഹയർ ക്ലാസ്സിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചൊക്കെ പഠിക്കും. ഈ 7 സിസ്റ്റം, ഈ ജൈമിനി സിസ്റ്റത്തിലാണ് ഇതുള്ളത്. ഇത് വളരെ ഫലവത്തായിട്ട് തന്നെയാണ് കണ്ടുവരുന്നത്. ഈ 7 സിസ്റ്റം കൂടാതെ രാഹുവിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് 8 സിസ്റ്റം, 8 കാരകന്മാരുള്ള സിസ്റ്റവും ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കവർ ചെയ്തത് ആത്മകാരകനാണ്. 2-ാം സ്ഥാനത്ത് കവർ ചെയ്തിരിക്കുന്നത് അമാത്യകാരകൻ, 3-ാം സ്ഥാനം വരുന്നത് ഭ്രാതൃകാരകൻ, 4-ാം സ്ഥാനത്ത് മാതൃകാരകൻ, 5-ാം സ്ഥാനത്ത് പിതൃകാരകനെയാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 6-ാം സ്ഥാനത്ത് പുത്രകാരകൻ, 7-ാം സ്ഥാനത്ത് നാദികാരകൻ,
8ാം സ്ഥാനത്ത് ധാരകാരകൻ. ഈ രീതിയിലാണ് 8 സിസ്റ്റം രാഹുവിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 8 കാരക സിസ്റ്റത്തിൽ വരുന്നത്. ഇവിടെ രാഹുവിനെ ഉൾപ്പെടുത്തുമ്പോൾ ഒരു കാര്യം പരിഗണിക്കാനുള്ളത്, രാഹു എപ്പോഴും റിട്രോഗ്രേഡ് മോഷനിലായിരിക്കും, വക്രഗതിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ 28 ഡിഗ്രിയിലാണ് ഒരു രാശിയിൽ നിൽക്കുന്നതെങ്കിൽ അത് ആ രാശിയിൽ കവർ ചെയ്തത് 28 ഡിഗ്രി ആയിട്ടല്ല കൂട്ടുന്നത്, പകരം 30ൽ നിന്ന് ആ ഡിഗ്രി കുറച്ച് എത്രയാണ് ശേഷിക്കുന്നത് ആ ഡിഗ്രിയാണ് കവർ ചെയ്തത് എന്നുള്ളത് കൊണ്ട് കവർ ചെയ്ത ഡിഗ്രി നമ്മൾ എടുക്കണം. 28 ഡിഗ്രിയിൽ രാഹു നിൽക്കുന്നുണ്ടെങ്കിൽ മറ്റെല്ലാ ഗ്രഹങ്ങളും 28 ഡിഗ്രിക്ക് താഴെയാണെങ്കിൽ രാഹുവിനെ ഒരിക്കലും ആത്മകാരകനായിട്ട് പരിഗണിക്കില്ല. കാരണം ആ രാശിയിൽ വക്രഗതിയിലായി രാഹു പോകുന്നത് കൊണ്ട് മൊത്തം രാശിയിൽ കാണുന്ന സ്ഫുടത്തെ 30ൽ നിന്നും മൈനസ് ചെയ്തിട്ട് വേണം നമ്മളത് കണക്കാക്കാൻ. പക്ഷെ രാഹു 1 ഡിഗ്രിയിലാണ് ഒരു രാശിയിലുള്ളതെങ്കിൽ 30ൽ നിന്നും 1 ഡിഗ്രി മൈനസ് ചെയ്താൽ 29 ഡിഗ്രി. അങ്ങനെയുള്ള കേസുകളിൽ മറ്റൊരു ഗ്രഹവും 29 ഡിഗ്രിക്ക് മുകളിൽ മറ്റേത് രാശിയിലും ഇല്ലെങ്കിൽ രാഹുവിനെ ഇവിടെ ആത്മകാരകനായിട്ട് എടുക്കും. ഇതാണ് ശരകാരക സിസ്റ്റത്തിലുള്ള ഒരു രീതി. ഈ 2 രീതികളും പലയിടത്തും പ്രചാരത്തിലുണ്ട്. നമ്മൾക്ക് ആവശ്യാനുസരണം ഏത് രീതിയും ഉപയോഗിക്കാം. എങ്കിലും ആദ്യത്തെ 4 കാരകന്മാർ എല്ലായ്പ്പോഴും സെയിം തന്നെയായിരിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ ഫലഭാഗം വളരെ രസമുള്ള ഒരു കാര്യമാണ്. നമുക്ക് തീർച്ചയായിട്ടും ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. അപ്പോൾ തൽക്കാലം 2 തരത്തിൽ കാരകത്വം നമ്മൾ അളക്കാറുണ്ട്. സ്ഥിരകാരകത്വം നമ്മൾ മുന്നേ പഠിച്ച സാധാരണ രീതിയിലുള്ളത്, ചരകാരകൻ ഡിഗ്രിയെ അടിസ്ഥാനപ്പെടുത്തി. അതിൽ 2 തരത്തിൽ 8 ഗ്രഹങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടും 7 ഗ്രഹങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടും ഉണ്ട് എന്നും മനസ്സിലാക്കുക. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ ദശാസമ്പ്രദായങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാം. അതുവരേക്കും നന്ദി, നമസ്കാരം.